ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഖിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് രണ്ടാം സെമി പോരാട്ടം. മലപ്പുറവും എറണാകുളവും തമ്മിലാണ് മത്സരം നടക്കുന്ന ദോഹ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ഖിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് രണ്ടാം സെമി പോരാട്ടം നടക്കുകയാണ്. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, എപ്പോഴാണ് പോരാട്ടം നടക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ഒരു കളി ആവേശം? അമൃത, ഈ രണ്ടാമത്തെ സെമി പോരാട്ടത്തിൻ്റെ ആദ്യ പകുതി പിന്നിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യ പകുതി അവസാനിച്ച് നിൽക്കുന്ന ഈ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതി പിന്നിടുന്ന വേളയിൽ മലപ്പുറവും എറണാകുളവും ഒരു ഗോളും അടിക്കാതെ തുല്യ നിലയിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആയിരക്കണക്കിന് ആരാധകരാണ് നിലവിൽ ഈ ഫുട്ബോൾ കാണാൻ വേണ്ടി. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഖിഫ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഫുട്ബോൾ വികാരം കൂടിയാണ്. അത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. സംഘാടകർ കൂടി നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ ഒരു ആവേശം? എങ്ങനെയുണ്ട്? കളി വളരെ ആവേശകരമാണ്. ഏതായാലും രണ്ടാം പാദ കളി ഇതുവരെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഗോളടിക്കാതെ ഗോൾ രഹിത സമനിലയിലാണുള്ളത്. അതിലും അടുത്ത കളി പ്രതീക്ഷിക്കാം. സുഹൈൽക്ക, എങ്ങനെയുണ്ട് ഒരു അടുത്ത എൻ്റെ ആകുമ്പോഴത്തിന് ഇതിപ്പോൾ ഒരു 1.5 മാസമായിട്ട് നടക്കുന്ന ഫുട്ബോൾ ആരവത്തിൻ്റെ ഒരു സമാപ്തിയിലേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ചയാണ് നമ്മുടെ മെഗാ ഫൈനൽ അൽ-അഹ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. വലിയ ഒരു പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആരാണ് ഫൈനലിലെ രണ്ടാമത്തെ ടീം എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി തൃശ്ശൂർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മലപ്പുറം വരുമോ എറണാകുളം വരുമോ? നല്ല ടൈറ്റായിട്ടുള്ള സെമി ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മത്സരമായിരിക്കും ഈ അടുത്ത 19-ാം തീയതി അൽ-അഹ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനുള്ളത്, അന്ന് ഫുട്ബോൾ ഫൈനലിനോട് അനുബന്ധിച്ച് അക്കു അക്ബർ പോലെയുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന നല്ല ഒരു സംഗീത വിരുന്നും കൂടി അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ മറ്റ് കലാപരിപാടികളൊക്കെ ഇന്ന് കളത്തിലുള്ള ഗ്രാൻഡ് മാൾ FC മലപ്പുറത്തിന്റെ ഓണർ കൂടിയുണ്ട് നമ്മൾ അഷഫ് അല്ലേ. ഞാനിത് ആര് ജയിക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കളി? അല്ല, ശരിക്കും രണ്ട് ടീമും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം തീർത്തും ഒരു ഗ്രാൻഡ് മാൾ FCക്ക് ഒരു തുല്യ നിലയിൽ തന്നെ ഒരു ഹാഫ് ടൈമിൽ കളിച്ചിട്ടുണ്ട്. അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിൽ തന്നെയാണ് കളി പോകുന്നത്. മലപ്പുറം ജയിക്കുന്നതാണ് പ്രതീക്ഷ. അത് അശോക് മലപ്പുറം ജയിക്കും തന്നെ പറയണല്ലോ സ്വാഭാവികമായിട്ടും, അല്ലേ? അപ്പോൾ ഇത് ഉടമകളുടെയും അതുപോലെ സംഘാടകരുടേതൊക്കെയാണ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു കളി? ഒരു വിലയിരുത്തൽ ആവശ്യമായ ടൈറ്റ് മത്സരമായിട്ടാണ് പോകുന്നത്. സമനില ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഗോൾ ചെയ്ത ഇതിലാണ് പോകുന്നത്. ഒരു ടീം ഓൾറെഡി എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ടീമിനെ ഇന്ന് കണ്ടറിയാം, അല്ലേ? അപ്പോൾ ഫൈനലിൽ തൃശ്ശൂരിനെ എതിരേൽക്കാൻ ആരാണ് ഫൈനലിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടുപേർക്കും കളി വിലയിരുത്തുന്ന സമയത്ത് രണ്ടുപേർക്കും കൃത്യമായ സാധ്യതകളുണ്ട്. ആക്രമണ പ്രത്യാക്രമണങ്ങൾ രണ്ടുപേരും അവസരങ്ങൾ തുറന്നെടുക്കുന്നു. പക്ഷേ അതൊരു തരത്തിലും അതൊരു ഗോളായി കൺവെർട്ട് ചെയ്യാൻ അവർ രണ്ടുപേർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും കളിയുടെ മനോഹരമായ നിമിഷങ്ങൾ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട കളി ഹാഫ് ടൈമിൽ ആരെങ്കിലും ഗോൾ അടിക്കാൻ സാധ്യത ഉണ്ടോ? തുല്യശക്തി തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ആർക്കാണ് ഒരു ബെറ്റുള്ളത്? മലപ്പുറം ആയിരിക്കും. അപ്പോൾ മലപ്പുറത്തിൻ്റെ ആരാധകരുണ്ട്, അതേപോലെ തന്നെ യുണൈറ്റഡ് എറണാകുളത്തിൻ്റെ ആരാധകരുണ്ട്. കളി ഏതായാലും ഒരു 10 മിനിറ്റിന് ശേഷം കളി പുനരാരംഭിക്കും. അൽ-അഹ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ആരാണ് തൃശ്ശൂരിൻ്റെ എതിരാളികൾ എന്നറിയാൻ ഇനി 40 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അമൃത. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.